പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി സങ്കീർത്തനങ്ങൾ 91 അധ്യായം അതിൻ്റെ 16 വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വളരെ മനഃപ്പാഠമായ ഒരു വാക്യമാണ്. ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയിൽ നാം ആയുസ്സോടെ ഇരിക്കുമ്പോൾ നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വിഷയമാണ്, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അല്പകാലം കൂടെ എന്ത് ചെയ്യണം? നാം ജീവിക്കണം. ഇപ്പോൾ ആയുസ്സോടെ ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ കുറച്ചും കൂടെ നമ്മൾ ആയുസ്സോടെ എന്ത് ചെയ്യണം? ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ജീവിതം അടുത്തു പോയിട്ട് എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്ന, ആർക്ക് വേണ്ടിയാ? മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ അനവധിയുണ്ട്. ഏലിയാവിനെ പോലെ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വേദനകൾ, നിരാശകളൊക്കെ വരുമ്പോൾ എന്തിനാ, ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ അനവധിയാണ്. എന്നാൽ പ്രിയമുള്ളവർ, ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവം നമുക്കൊരായുസ് നൽകിയിട്ടുണ്ട്. ആ ആയുസ് വരെ നാം ജീവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ഇഷ്ടം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിച്ചാൽ പിന്നെ ശേഷിക്കുന്നൊരു ജീവിതമുണ്ട്. അത് നിത്യ നരകത്തിലാണ്. അവിടെ മരണമില്ല, അവിടെ അവസാനമില്ല. അതുകൊണ്ട് ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന ആയുസ് നാം പൂർത്തീകരിക്കുവാൻ ബാധ്യസ്ഥരാ. എപ്പോഴാണ് നാം മരിക്കുന്ന അറിയത്തില്ല, എന്നാണ് നമ്മുടെ ആയുസ് ഒടുങ്ങുന്നത് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവം തരുന്നിരിക്കുന്ന ആയുസ് അത് എത്ര കാലമാണെങ്കിലും അത് ദൈവം തരുന്നതാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ ദയയാണ്, വിശ്വസ്തതയാണ്. അപ്പം നമുക്ക് വേണ്ടി ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. എത്ര കാലം ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന അത്ര കാലം. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. താൻ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിലവിളിച്ചപ്പോൾ തൻ്റെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിച്ചു. കണ്ടോ, 15 കൊല്ലത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് താൻ മരിക്കുന്നത്. 15 കൊല്ലത്തിന് മുമ്പേ മരിക്കേണ്ട ഭക്തൻ, എന്നാൽ താൻ മടങ്ങി വന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മുടങ്ങാൽ മടക്കിയപ്പോൾ തൻ്റെ ആയുസ്സിനൊരു ദോഷം തട്ടാൻ ദൈവം അനുവദിച്ചില്ല. ആയുസ്സിനെ ദൈവം എന്ത് ചെയ്തു? ദീർഘമാക്കാനിടയായി. അങ്ങനെയെങ്കിൽ ഈ വചനം ശ്രദ്ധ ദൈവങ്ങളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്നൊരു ദൈവമുണ്ട്. പൈശാചിക ശക്തികൾക്കോ ആഭിചാര ശക്തികൾക്കോ മറ്റുള്ള നമ്മുടെ വിരോധികൾക്കോ അവർ വിചാരിച്ചാണെന്ന് നമ്മുടെ ആയുസ്സിന് ഒരു ദോഷം ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. നാം മരിക്കാതെ ജീവനോടിരുന്ന് കർത്താവിൻ്റെ നാമം എന്ത് ചെയ്യും? ഉയർത്തുവാനിടയാകും. നാം ആയുസ്സോടെ ഇരിക്കരുത്, നാം ജീവനോടിരുന്ന് ദൈവപ്രവൃത്തി നടത്തരുത്, ദൈവപ്രവൃത്തി കാണരുത് എന്നാഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ വചനം പറയുന്നു, നമ്മുടെ ആയുസ്സിന് ദോഷം ഉണ്ടാകത്തില്ല. ആയുസ്സിനെ ദീർഘമാക്കുന്നൊരു ദൈവമുണ്ട്. എത്ര കാലം ഈ ഭൂമി ജീവിച്ചിരിക്കണമെന്ന് ഉയരത്തിലെ ദൈവമാണ് പദ്ധതി ഒരുക്കുന്നത്, ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അത്ര കാലം ഈ ഭൂമി നാം എന്ത് ചെയ്യും? ജീവിക്കും. ഒരിക്കൽ നമ്മൾ പോയേ മതിയാകൂ. ഒരിക്കലും ഈ ലോകം വിട്ട് നമ്മളെല്ലാവരും പറന്നു ഉയരണം. ഈ ലോകത്ത് മാറ്റപ്പെടേണ്ടവരാ. പക്ഷെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. എന്നാൽ ഈ സൺഡേ ഞായറാഴ്ച മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിനെ അല്പം കൂടെ ദീർഘമാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ശത്രുക്കൾ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. 17 വയസ്സിൽ യോസേഫിന് വന്ന കഷ്ടതകൾ അറിയാം. തന്നെ കൊന്നുകളയാൻ, തൻ്റെ ആയുസ്സിനെ ഒടുക്കിക്കളയുവാൻ പലരും നോക്കി. പക്ഷേ അവിടെ ഒരു തന്ത്രങ്ങൾക്കും, ഒരു പദ്ധതികൾക്കും, ഒരു ഗൂഢാലോചനകൾക്കും യോസേഫിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? തകർത്ത് കളയാൻ കഴിഞ്ഞില്ല. ഒരു ആയുസ്സിനെ ദൈവം ദീർഘമാക്കി ജീവനോടിരുന്നു. യോബ് എന്ന പ്രാർത്ഥനാ മനുഷ്യനെ നമുക്കറിയാം. തൻ്റെ ആയുസ്സിനെ ഒതുക്കി കളയുവാൻ, തകർത്ത് കളയാൻ പലരും നോക്കിയതാ. എന്നാൽ തൻ്റെ ആയുസ്സിന് ദോഷവും സംഭവിച്ചില്ല. യോബിന്റെ പുസ്തകം 42:10 വായിക്കുമ്പോൾ നമുക്കറിയാം, അവരെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി. 4 തലമുറയോളം ഈ ഭൂമി ജീവിച്ചിരുന്നു, നന്മ അനുഭവിക്കാനിടയായി. പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ ദൈവം നമുക്കൊരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ്സിനുള്ളിൽ ലോകത്തിലെ ഒരു ദുർശക്തികൾക്ക് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, തൊടാൻ കഴിവുള്ളതല്ല. നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന, ആയുസ്സിനെ ദീർഘമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 23 അധ്യായം 25 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: നിങ്ങളുടെ ദൈവം യഹോവ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പുറത്തെ വെള്ളത്തെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. കണ്ടോ, അപ്പൊ നമ്മുടെ ആയുഷ്കാലം ദൈവം എന്ത് ചെയ്യും? പൂർത്തിയാക്കും. ദൈവത്തെ സേവിച്ചാൽ
ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ആരാധനയും, സ്തുതിയും, സ്തോത്രവും, പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ ദൈവം എന്ത് ചെയ്യും? ദീർഘമാക്കാനിടയാകും. ഉലകത്തിൽ ഒരു ദുർശക്തികൾക്ക് നമ്മുടെ ആയുസ്സിന് എന്ത് ചെയ്യാനൊക്കത്തില്ല, തൊടാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ഞായറാഴ്ച മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി ഞാൻ പറയാം, നിങ്ങളുടെ ആയുസ്സിനെ ഒതുക്കിക്കളയുവാൻ, നിങ്ങളുടെ ആയുസ്സിനെ വെട്ടിക്കുറയ്ക്കുവാൻ, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പിഴുതു കളയേണ്ടതിന് ആരൊക്കെ നിങ്ങൾക്ക് വിരോധിയായി മാറിയാലും കെണികൾ ഒരുക്കിയാലും വചനം പറയുന്നു, നിങ്ങളുടെ ആയുസ്സിന് ഒരു ദോഷവും സംഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവമക്കളോട് ഞാൻ കൈമാറാം, എത്ര കാലം നിങ്ങൾ ഭൂമി ആയുസ്സോടെ ഇരിക്കണമെന്ന് ഉയരത്തിലെ ദൈവമാണ് ചിന്തിക്കുന്നത്. ഈ ഭൂമിയിലെ മനുഷ്യരല്ല. അവരൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയാൻ കഴിയത്തില്ല. കാരണം ആയുസ്സിന്റെ ഉടയവൻ ഉയരത്തിലെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി കൈമാറാം, നിങ്ങളുടെ ആയുസ്സിന്, നിങ്ങളുടെ പ്രാണന് ഒരു ഹാനി വരുവാൻ, ദോഷം ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. ആരൊക്കെ നിങ്ങളുടെ ആയുസ്സിനെ തകർക്കാൻ നോക്കിയാലും ഒതുക്കാൻ നോക്കിയാലും എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും വചനം പറയുന്നു, നിങ്ങളുടെ ആയുസ്സിന് ഒരു ദോഷം ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അതെ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് നേടിയെടുക്കാം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. പ്രിയമുള്ളവരെ, ദീർഘായുസ് കൊണ്ട് ദൈവം നമുക്ക് തൃപ്തി വരുത്താം. നമ്മുടെ ആയുസ്സിന് ദോഷം ഉണ്ടാകാതെ, ഒരു ആയുസ്സിന് ഒരു ദോഷവും സംഭവിക്കാതെ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ നിങ്ങൾക്ക് വിരോധിയായി എന്തൊക്കെ തച്ചിന് കുത്തിയിരുന്ന് പേരുന്ന ആളും പറഞ്ഞ് നിങ്ങൾക്ക് വിരോധിയായി ചെയ്തു വെച്ചാലും നിങ്ങളുടെ ആയുസ്സിന് ഒരു ദോഷം ഉണ്ടാകാൻ, ഒരു ദോഷം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആകയാൽ ഈ വചനം ഈ ആഴ്ചയിൽ ഒന്ന് പൂർണ്ണമായി സ്വീകരിക്കട്ടെ. നമ്മൾ ജീവനോടിരുന്ന, ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് കർത്താവിൻ്റെ നാമത്തെ വർണ്ണിക്കും. ആയുസ്സിനെ ദീർഘമാക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ആയുസ്സിനെ ദൈവം ദീർഘമാക്കട്ടെ. ഈ ആഴ്ചയിൽ കേട്ട വചനം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.